കർത്തൃദിനം, ശ്രേഷ്ഠദിനം, ആരാധനക്കു വിശുദ്ധദിനം. ഹല്ലേലൂയ ഗാനം ചൊല്ലി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, വീണ്ടും ഈ സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ, ഒരുമിച്ച് ചിന്തിക്കുവാൻ അനുവാദം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അനിവാര്യമായ പലതും സംഭവിക്കാറുണ്ട്. അപ്രതീക്ഷിതമായി സംഭവിക്കുന്നവയെ മാത്രമല്ല, സംഭവിച്ചേ തീരൂ എന്ന് മുൻകൂട്ടി അറിയാവുന്ന തിക്താനുഭവങ്ങളെയും നമുക്ക് നേരിടേണ്ടി വരും. വാർദ്ധക്യം, മരണം, ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കേണ്ടി വരിക മുതലായവ സംഭവിച്ചേ തീരൂ എന്ന് നമുക്കറിയാവുന്ന പ്രതിസന്ധികളാണ്. നമുക്ക് പേടിസ്വപ്നങ്ങളായി തീരാവുന്ന ഇത്തരം സംഭവങ്ങൾ അനിവാര്യമാണെന്ന് മുന്നമേ മനസ്സിലാക്കി അവയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ജീവിതത്തെ അവയോട് ഇണക്കിച്ചേർക്കുകയും ചെയ്യുകയാണ് സമാധാനത്തിനുള്ള വഴിയെന്ന് ചിന്തകന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് സംഭവിച്ചേ തീരൂ എന്നറിയാവുന്ന സംഭവങ്ങളോട് പോലും പൊരുത്തപ്പെടാൻ കഴിയാതെ ഒരു വക നിസ്സഹായതാബോധത്തോടെ ജീവിതത്തെ നരകമാക്കി തീർക്കുന്നവരാണ് നമ്മളിൽ പലരും. പ്രസിദ്ധ ദാർശനികനായ വില്യം ജെയിംസ് ഇപ്രകാരം പറയുന്നു: ഏത് ദൗർഭാഗ്യത്തിൻ്റെയും ദുരന്ത ഫലങ്ങളെ അതിജീവിക്കാനുള്ള ആദ്യത്തെ പടി എന്ത് സംഭവിച്ചുവോ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാകും. അനിവാര്യമായ ദുരന്തത്തോട് സഹകരിക്കാനുള്ള ജീവിത ദർശനം നമുക്കുണ്ടാകുമെങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന യാതൊരു ദുർവിധിയും ദുസ്സഹമായി തീരുന്നതല്ല. മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യർ കാണുകയില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ ഇനി എന്തിന് ജീവിക്കുന്നു, വല്ല വിധത്തിലും മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലർ പറയാറുണ്ട്. ദുർവഹമായ നിരവധി ജീവിതഭാരങ്ങൾ ചുമക്കേണ്ടി വന്നപ്പോൾ പ്രസിദ്ധനായൊരു പത്രാധിപർ അദ്ദേഹത്തിന്റെ പുത്രി പറഞ്ഞത്, ജീവിക്കാൻ ഭയപ്പെടുന്നവരാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, മരണത്തെ ഭയപ്പെടുന്നവരെക്കാൾ ജീവിക്കുവാൻ ഭയപ്പെടുന്നവരാണ് ഇക്കാലത്ത് അധികവും ഉള്ളത്. ജീവിതത്തെ നേരിടാനും തങ്ങൾക്ക് ചെയ്യാനുള്ള കർത്തവ്യ ഭാരങ്ങൾ ഏറ്റെടുക്കുവാനും വിമനസ്കരായി തീരുന്നവരാണ് ജീവിക്കാൻ ഭയപ്പെടുന്നവർ. ഇങ്ങനെയുള്ളവർ ജീവിതത്തെ സ്വയം നരകമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ദൈവമില്ലാത്ത സ്ഥലം എവിടമാണോ അവിടമാണല്ലോ നരകം. ദൈവത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് ജീവിക്കുവാൻ ഭയപ്പെടുന്നവർ. ഇങ്ങനെയുള്ളവർ സ്വയം നരകം സൃഷ്ടിക്കുന്നവരാണെന്ന് പറയേണ്ടതില്ലല്ലോ. അനിവാര്യമായ ജീവിത സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരുന്നതിനെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥന സുപ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനായ റെയ്നോൾഡ് നീബർ എഴുതിയിട്ടുള്ളത് ഇവിടെ ഉദ്ധരിക്കട്ടെ. ദൈവമേ, എനിക്ക് മാറ്റാൻ കഴിയാത്ത സംഗതികൾ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സ് നൽകണമേ. മാറ്റാൻ കഴിയുന്ന കാര്യങ്ങൾ മാറ്റാനുള്ള ധൈര്യവും ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേകവും ഈയുള്ളവന് തന്നാലും. നമുക്കും അപ്രകാരം പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തമ്പുരാനെ തുണയായി നീ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സുഖ നിദ്ര നേരുന്നു. ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.